വെൽക്കം ബാക്ക് ടു നെക്സോരീന ടോക്സ്. ഇന്ന് പ്ലൂറിവേഴ്സിൻ്റെ രണ്ടാം എപ്പിസോഡായ പൈറേറ്റ് ലേഡി അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ കരോളിൻ മനസ്സിലാക്കുന്നു താൻ മാത്രമല്ല കുറച്ച് പേരും കൂടി ഇത് അഫക്റ്റ് ചെയ്യാത്തവരുണ്ടെന്ന്. രണ്ടാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കരോളിൻ്റെ പാർട്ട്ണറിനെ ദഹിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത്. പുള്ളിക്കാരത്തെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈവ് പീപ്പിൾ, അതായത് ഈ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, കരോളിൻ്റെ തന്നെ ഒരു നോവലിലെ കാറ്റ് പൈറേറ്റ് ലേഡിക്ക് സാദൃശ്യമുള്ള സോസിയ എന്നുള്ള ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ വിടുന്നു. ആദ്യം കരോളിൻ അത് റിജക്റ്റ് ചെയ്യുമെങ്കിലും പിന്നീട് സോസിയെ വിളിച്ചിട്ട് പാർട്ട്ണറിൻ്റെ ദഹിപ്പിക്കാൻ ഹെൽപ്പ് വാങ്ങുകയും വൈറസ്, അതായത് ഇത് ബാധിക്കാത്ത ലോകത്തിലെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് താൻ കാണണമെന്നുള്ള ആവശ്യം പറയുകയും ചെയ്യുന്നു. അങ്ങനെ സോസിയയും കരോളിനും ബാക്കി വൈറസ് ബാധിക്കാത്ത ആൾക്കാരെ കണ്ടുമുട്ടുകയാണ്. അവിടെ ചെന്നപ്പോൾ കരോളിൻ മനസ്സിലാക്കിയത് ഇത് അവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. കാരണം സമാധാനവും ഒരു പ്രശ്നമില്ലാത്ത ലോകം ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ടിബറ്റ് എന്നുള്ള ഒരു വ്യക്തി കൂടുതൽ തൻ്റെ സുഖങ്ങളൊക്കെ ഇതിനകത്ത് ആസ്വദിക്കാൻ വേണ്ടി ഈ ഒരു സിറ്റുവേഷൻ എടുത്ത പോലെയായിട്ടാണ് കരോളിന് ഫീൽ ആവുന്നത്. അങ്ങനെ കരോളിൻ അവിടെ നിന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടിബറ്റ് എന്ന് പറയുന്ന ആൾക്ക് സോസിയയിലൊരു ഇൻട്രസ്റ്റ് തോന്നുകയും പുള്ളിക്കാരത്തീനെ വിട്ടു നൽകാൻ കരോളിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കരോളിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ സോസിയ പോവുകയുള്ളൂ. കൂടാതെ ഈ എപ്പിസോഡിൽ വേറൊരു കാര്യം സംഭവിക്കുന്നത്, കരോളിൻ ദേഷ്യപ്പെടുകയും ചെയ്താൽ ഈ ഹൈ പീപ്പിളിലൊരു ആഘാതം ഉണ്ടാകും. അങ്ങനെ ഹൈ പീപ്പിളിലെ കുറേ പേർക്ക് മരിക്കാൻ ഈ കരോളിൻ്റെ ഒരു ദേഷ്യം കാരണമാകുന്നുവെന്ന് കരോളിൻ മനസ്സിലാക്കുന്നത് അത് പുള്ളിക്കാരത്തിനെ വളരെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ അവസാനം പൈറേറ്റ് ലേഡി ടിബറ്റിൻ്റെ കൂടെ അയക്കാൻ കരോളിൻ സമ്മതിക്കുക. എന്നാൽ അവസാന നിമിഷം സോസിയയുടെ ഒപ്പം തന്നെ ടിബറ്റിൻ്റെ ഒപ്പം പോകാൻ കരോളിൻ തീരുമാനിക്കുന്നിടത്താണ് എപ്പിസോഡ് 2 അവസാനം.